സാങ്കേതിക സർവകലാശാലയിൽ ഭരണസ്തംഭനം. ഇന്ന് ചേരാനിരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ VC മാത്രമാണ് പങ്കെടുത്തത്. യോഗത്തിൽ MLA മാരും വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്തില്ല. സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം റദ്ദാക്കിയ VCയുടെ നിയമവിരുദ്ധ നടപടിക്കെതിരായ കേസ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനെ മറികടക്കാനാണ് പ്രസ്തുത സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ താൽക്കാലിക VC ശ്രമിച്ചത്. വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട്. മാനസ, കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയത്താണ് താൽക്കാലിക VC സിസ തോമസിനെ നിയമിക്കുകയും ചെയ്തത്. സിൻഡിക്കേറ്റിനെ പോലും നോക്കുകുത്തിയാക്കിയുള്ള VCയുടെ നടപടിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്താണിപ്പോൾ ഭരണസ്തംഭനം തന്നെയാണ് അവിടെ? തീർച്ചയായും സിജു, ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ യോഗം വിളിച്ചു ചേർക്കാൻ താൽക്കാലിക VC ശ്രമിച്ചത് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതായത് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കിയ VCയുടെ നിയമവിരുദ്ധ നടപടിക്കെതിരായ കേസ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനെ മറികടക്കാനായാണ് പ്രസ്തുത യോഗം വിളിച്ചു ചേർക്കാൻ VC ശ്രമിച്ചത്. ഒപ്പം തന്നെ സർക്കാർ നാമനിർദ്ദേശം നൽകിയ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കാലാവധി ചേർന്ന ശേഷം യോഗം വിളിച്ചു ചേർക്കാൻ താൽക്കാലിക VCയുടെ ഈ ശ്രമം ഉണ്ടാവുകയായിരുന്നു. ഇന്ന് ആണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ VC മാത്രമാണ് പങ്കെടുത്തത്. MLA മാരും അതോടൊപ്പം തന്നെ സർക്കാർ സെക്രട്ടറിമാരും അതായത് മീറ്റിംഗിൽ പങ്കെടുത്തില്ല. ഇതോടെ ഭരണസ്തംഭനം ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ യോഗത്തിൽ നിന്നും VC ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ മറ്റംഗങ്ങൾ യോഗം തുടരുകയും തീരുമാനം ചെയ്തിരുന്നു. ഇത് VC റദ്ദാക്കിയിരുന്നുവെങ്കിലും അതിനെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ VC ശ്രമിച്ചത്. അതേ അജണ്ടകൾ കഴിഞ്ഞ യോഗത്തിൽ താൽക്കാലിക VC വീണ്ടും ഉൾപ്പെടുത്തിയത് സബ്ജുഡീസാകുമെന്ന നിയമോപദേശം കിട്ടിയതിനാലാണ് ഉദ്യോഗസ്ഥരും MLA മാരും യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത് യോഗം ബഹിഷ്കരിച്ചവർ. ഒപ്പം തന്നെ കഴിഞ്ഞ യോഗം നിർദ്ദേശിച്ചത് പ്രകാരം രജിസ്ട്രാർ, കൺട്രോളർ നിയമനങ്ങൾ നടത്താൻ സർക്കാർ അംഗീകാരം നൽകിയെങ്കിലും ഈ താൽക്കാലിക VC താൽക്കാലിക ചുമതല 2 ജൂനിയർ ഉദ്യോഗസ്ഥർക്ക് നൽകുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ 30 ദിവസം മാത്രമേ ഇങ്ങനെ ചാർജ് നൽകാൻ VCക്ക് സ്റ്റാറ്റ്യൂട്ടിൽ അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി രജിസ്ട്രാർ, കൺട്രോളർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമസാധുതയും ഉണ്ടാവില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയും ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ താൽക്കാലിക VCയുടെ ഒരു ശ്രമം ഉണ്ടായിരിക്കുന്നത്. ശരി, മാനസയാണ് വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക സർവകലാശാലയിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന താൽക്കാലിക VCയുടെ നിലപാടിനൊടുവിൽ ഇപ്പോൾ സർവകലാശാലയിൽ ഭരണസ്തംഭനം എന്ന വിവരങ്ങളാണ് മാനസ പങ്കുവച്ചത്.